എല്ലാവർക്കും എന്നെ സോൾക്കല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ യൂണിറ്റ് 2 ആണ് എടുത്തു കഴിഞ്ഞത് അല്ലേ, കമ്മ്യൂണിക്കേഷൻ. ഇനി യൂണിറ്റ് 3 ആണ് നമുക്ക് എടുക്കാനുള്ളത്. ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മളെ ടോപ്പിക് വന്നിട്ട്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. When we say barriers to communication, we mean all the obstacles that prevent the free flow of information from sender to receiver. അതായത് നമ്മൾ ഈ സെൻഡറും റിസീവറും, അതായത് സന്ദേശങ്ങൾ അയക്കുന്ന ആളും ലഭിക്കുന്ന ആൾക്കും ഇടയിൽ ചിലപ്പോഴൊക്കെ ഈ ആശയവിനിമയത്തിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഇടയിൽ ചിലപ്പോഴൊക്കെ ചില തടസ്സങ്ങൾ ഉണ്ടാവാറുണ്ട്. When communicating, we encode and decode. We also use various channels to passing the message. There can be problems at any stage of the communication. അതായത് നമുക്ക് ഈ തടസ്സങ്ങൾ ബാരിയേഴ്സ് ടു കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ ആശയവിനിമയത്തിന്, അതായത് സന്ദേശം അയക്കുന്നയാൾ സന്ദേശം എൻകോഡ് ചെയ്യുന്നു. അപ്പോൾ സന്ദേശം അയക്കുന്ന ആൾ അത് എൻകോഡ് ചെയ്യുന്നു. അപ്പോൾ അത് കിട്ടുന്നയാൾ ഡീകോഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ സന്ദേശം കൈമാറുന്ന ഓരോ ചാനലുകൾ, അതായത് ഓരോരോ പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെ ആശയവിനിമയത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ നമുക്ക് ഇങ്ങനെ തടസ്സങ്ങൾ ഉണ്ടാവാം. Sometimes the sender does not use to the right language and the receiver does not understand to the things as he can't decode the message properly. അതായത് ചിലപ്പോഴൊക്കെ ഈ സെൻഡർ, അതായത് സന്ദേശം അയക്കുന്നയാളുടെ ലാംഗ്വേജ് മനസ്സിലാവാതെ വരുമ്പോൾ നമ്മൾ ഇത് ഡീകോഡ് ചെയ്യുന്ന ആൾക്ക് അത് മനസ്സിലാവാതെ ഇരിക്കാം. There can be a lot of noise around which prevents proper understanding. ചിലപ്പോഴൊക്കെ ഒരുപാട് ശബ്ദമുള്ള സ്ഥലത്തിൽ നിന്നാണ് സന്ദേശം ചെയ്യുന്നതെങ്കിലും മനസ്സിലാവാതെ വരാം. Sometimes the barrier is the mind of the sender and the receiver. ചിലപ്പോഴൊക്കെ ഇവരുടെ മനസ്സുകൾ, അതായത് മൈൻഡ് സെറ്റ് ശരിയല്ലെങ്കിലും നമുക്ക് സന്ദേശം മനസ്സിലാവാതെ ഇരിക്കും. A simple spelling mistake or a wrong punctuation can be a barrier. ചിലപ്പോഴൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ചിലപ്പോൾ വല്ല കുത്തോ കോമേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചിലപ്പോഴൊക്കെ ഓരോ ബാരിയേഴ്സ് ആയിട്ട് വരാറുണ്ട്. ബാരിയേഴ്സ് ക്യാൻ ബി 5 kinds. 5 രീതിയിലുള്ള ബാരിയേഴ്സ് ആണുള്ളത്. ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഓർഗനൈസേഷണൽ, വെർബൽ ആൻഡ് നോൺ വെർബൽ. 5 kinds ആണ്. ഏതൊക്കെയാണ്? ഇൻട്രാപേഴ്സണൽ, ഇന്റർപേഴ്സണൽ, ഓർഗനൈസേഷണൽ, വെർബൽ ആൻഡ് നോൺ വെർബൽ. അപ്പം ഇനി ഇതൊക്കെ ഏതൊക്കെയാണെന്ന് നോക്കുകയാണ്. ഫസ്റ്റ് വൺ, ഇൻട്രാപേഴ്സണൽ ബാരിയേഴ്സ്. അതായത് അതിൽ വന്നിരുന്നത് ഒന്ന് റോങ് അസംഷൻ, തെറ്റായ അനുമാനങ്ങളാണ്. അതായത് എ റോങ് അസംഷൻ ഈസ് എ prejudice. It is an opinion held by a person without any valid reason. It becomes a barrier in communication. Prejudice are based on ignorance or lack of information. അതായത് തെറ്റായ ഒരു അനുമാനം ഒരു മുൻവിധിയാണ്. അതായത് ശരിയായൊരു ബേസ് ഇല്ലാതെ, അടിസ്ഥാനമില്ലാതെ ഒരാളൊരു അഭിപ്രായം രൂപീകരിക്കുകയും അത്തരം അഭിപ്രായം ശരിയായ ആശയവിനിമയത്തിന് തെറ്റാവുകയും ചെയ്യുകയാണ്. അതായത് നമ്മൾക്കറിയാത്തൊരു കാര്യത്തിനെക്കുറിച്ച് നമ്മൾ അഭിപ്രായം പറഞ്ഞ് അതൊരു സന്ദേശമാക്കുമ്പോൾ അത് തെറ്റായ രീതിയിൽ കൈമാറപ്പെടുന്നു. മുൻവിധികൾ പലതും അറിവില്ലായ്മ കൊണ്ടോ വിവരം കിട്ടാത്തത് കൊണ്ടോ ആണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഇൻട്രാപേഴ്സണൽ വരുന്ന ഒരു ബാരിയറാണ് കേട്ടോ. Then communication is cultural specific. Ignorance of the cultural symbols can lead to cross-cultural conflicts. Here is an example. An American and a Chinese went to a graveyard. Both came to pay homage to their ancestors buried there. The American kept some fine flowers on the grave. The Chinese kept some delicious dishes. The American laughed. The Chinese wanted to know what was so funny. The American said, "I just wonder when your grandfather will come and eat these dishes." The Chinese replied, "By the time your grandfather comes and smells at the flowers, my grandfather would have finished all the dishes." അതായത് ഈ ആശയവിനിമയം എന്ന് പറയുന്നത് സംസ്കാരവുമായി, കൾച്ചറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നത്. അതായത് സാംസ്കാരിക സിമ്പലുകളുടെ അറിവില്ലായ്മ സാംസ്കാരിക കലഹങ്ങൾക്ക് വഴിവെച്ചേക്കാം. അതിനൊരു ഉദാഹരണമാണ്, സ്റ്റോറിയാണ് പറയുന്നത്. അതായത് ഒരു അമേരിക്കക്കാരനും ചൈനക്കാരനും ശ്മശാനത്തിൽ പോയപ്പോൾ നമ്മൾ അമേരിക്കക്കാരൻ എന്ത് ചെയ്തു? പൂർവികരുടെ സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് എടുത്തിട്ട് ഇവരുടെ കല്ലറുടെ മുകളിൽ വെച്ചു. അപ്പോൾ ഇത് ചെയ്തപ്പോൾ ചൈനീസുകാരൻ എന്താ ചെയ്തത്? അവരുടെ പൂർവികരുടെ കല്ലറയ്ക്ക് മുകളിൽ ഡിഷസ്, സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങളാണ് വെച്ചത്. അപ്പോൾ അമേരിക്കക്കാരൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അമേരിക്കക്കാരൻ ചിരിച്ചു. അപ്പോൾ ചൈനീസുകാരൻ ചോദിച്ചു, എന്തുകൊണ്ട് അത്ര ചിരിക്കാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ അമേരിക്കക്കാരൻ പറഞ്ഞു, അല്ല നിങ്ങൾ മരിച്ച അപ്പൂപ്പൻ വന്നിട്ട് ഈ ആഹാരമൊക്കെ കഴിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചൈനക്കാരൻ നേരെ തിരിച്ച് മറുപടി പറഞ്ഞത്, അപ്പോൾ നിങ്ങളുടെ അപ്പൂപ്പൻ വന്ന് ഈ പൂക്കളൊക്കെ മണത്ത് ആസ്വദിച്ചിരിക്കുമായിരിക്കും, അങ്ങനെ ചെയ്താൽ എൻ്റെ അപ്പൂപ്പൻ ഈ ഭക്ഷണ പദാർത്ഥങ്ങളും കഴിക്കുമെന്ന്. നോക്കൂ, അവരുടെ വിശ്വാസങ്ങളാണ്, പക്ഷെ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ബാരിയറാണ് അത് വരുന്നത് അല്ലേ.
അപ്പോൾ അതാണ് ഒന്ന്. ഇനി സെക്കൻഡ് വൺ, വാരിയഡ് പെർസെപ്ഷൻസ്, വ്യത്യസ്ത ചിന്താഗതികൾ. ഈച്ച് പേഴ്സൺ ഹാസ് എ സർട്ടൻ ഇമേജ് ഓഫ് ഹിംസെൽഫ്. That is their perception of themselves, their self-image. Self-image is the result of heredity, environment and experiences. Self-image is unique to every person as it is different from others. Self-image often becomes a barrier because we tend to accept communication compatible with our self-image. We reject others. അതായത് ഓരോ വ്യക്തിക്കും അവനവനെ പറ്റി ഒരു ധാരണയുണ്ട്, ഒരു സെൽഫ് ഇമേജ്, പാരമ്പര്യം, ഒരു ചുറ്റുപാടുകൾ, എക്സ്പീരിയൻസസ്, ഇതെന്നൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. ഓരോ വ്യക്തിയുടെയും ഒരു സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് ഓരോരുത്തരും ഓരോ പോലെയാണല്ലോ, വ്യത്യസ്തരാണല്ലോ ഓരോ മനുഷ്യനും. അപ്പോൾ അതിൻ്റെ ഒരു സെൽഫ് ഇമേജ് ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ ധാരണയിൽ നിന്ന് അതായത് ഓരോ മനുഷ്യനും ഓരോ വ്യത്യസ്ത രീതിയിലുള്ള ഈ സെൽഫ് ഇമേജ് ആയിരിക്കും. അവനവനെ പറ്റിയുള്ള ഈ ധാരണ ആശയവിനിമയത്തിന് തടസ്സമാകാം. കാരണം നമ്മുടെ സെൽഫ് ഇമേജിന് പറ്റുന്ന കാര്യങ്ങളാണ് നമ്മൾ അംഗീകരിക്കുക, അല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല, നമ്മളത് നിരസിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതും ഒരു ബാരിയറായിട്ട് മാറും. ദെൻ തേർഡ് വൺ, ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്, വ്യത്യസ്ത പശ്ചാത്തലങ്ങൾ. ഈ സംസ്കാരം പോലെ തന്നെയാണ് വ്യത്യസ്ത പശ്ചാത്തലങ്ങളും. ദിസ് റിഫേഴ്സ് ടു റാങ്ക് ഓർ പൊസിഷൻ വിച്ച് കുഡ് ബി എക്കണോമിക്, സോഷ്യൽ ഓർ പ്രൊഫഷണൽ. In any organization, there is a hierarchy which creates differences. When a person becomes too conscious of his status, high or low, high or low, it brings a barrier. A top senior executive may not be willing to open his mind to his juniors and may not give them the required information. അതായത് ഇങ്ങനെ റാങ്ക്, സ്ഥാനം മുതലായ ബന്ധപ്പെടുത്തിയിട്ടാണ് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. അത് ചിലപ്പോൾ സാമ്പത്തികമായിരിക്കാം, ചിലപ്പോൾ സാമൂഹികമായിരിക്കാം, അല്ലെങ്കിൽ പ്രൊഫഷണലി ആയിരിക്കാം. അതായത് ഓരോ തട്ടിലുള്ള ആൾക്കാർ തമ്മിലുള്ള ആശയവിനിമയമാണ് പറയുന്നത്. എല്ലാ ഓർഗനൈസേഷനുകളിലും ഒരു അധികാര ശ്രേണി ഉണ്ടാവും. അതായത് ആ ശ്രേണി ആൾക്കാർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഒരാൾ തൻ്റെ സ്ഥാനത്തെ പറ്റി കൂടുതൽ ബോധവാനാകുമ്പോൾ അതൊരു തടസ്സമായി മാറുന്നു. അതായത് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ തൻ്റെ കീഴിലുള്ള മറ്റുള്ളവരുമായി ഹൃദയം തുറന്ന് സംസാരിക്കില്ല. അതായത് വീട്ടിൽ അവരവൻ്റെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള സംസാരം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ആവശ്യമായ വിവരങ്ങൾ കൊടുക്കാനൊരു മടി ഉണ്ടാവും. അതും ഒരു ബാരിയറായിട്ട് ഇൻട്രാപേഴ്സണൽ ബാരിയേഴ്സിൽ പെടുത്താവുന്നതാണ്. ഇനി വരുന്നത് ഇന്റർപേഴ്സണൽ ബാരിയറാണ്. ഇന്റർപേഴ്സണലിൽ ഫസ്റ്റ് വൺ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഒപ്പീനിയൻ. അതായത് ഹാലോ എഫക്റ്റ്, ഹോൺ എഫക്റ്റ് എന്നാണ് പറയുന്നത് കേട്ടോ. എന്താ നോക്കാം. At times our reactions to people are not balanced or objective. Sometimes we like a person so much that we fail to see any shortcomings in him. Sometimes the other thing happens. We dislike a person so much we fail to see anything good in him. In both cases, we fail to understand the person. Halo effect is the positive first impression that makes us treat a person favorably. Horn effect is the negative first impression that makes us treat him less favorably. അതായത് ചിലപ്പോഴൊക്കെ മറ്റുള്ളവരോടുള്ള നമ്മുടെ പ്രതികരണം നിഷ്പക്ഷമായിരിക്കുകയില്ല. ചിലരോട് നമുക്ക് അമിതമായ സ്നേഹമുണ്ടാവും, അവരുടെ കുറവുകളെ നമ്മൾ ശ്രദ്ധിക്കില്ല. ചിലപ്പോൾ നമുക്ക് വിപരീതം സംഭവിക്കും. അതായത് നമുക്ക് ഇഷ്ടമില്ലാത്തവർ എന്ത് ചെയ്താലും അവർ നല്ലത് ചെയ്താലും നമ്മളവരെ കുറ്റപ്പെടുത്തും. രണ്ടും നമ്മൾ ആൾക്കാരെ ശരിയായി മനസ്സിലാക്കുന്നതിൽ നിന്ന് നമ്മളെ വിലക്കാണ് ചെയ്യുന്നത്. ഹലോ എഫക്റ്റും ഒരു പോസിറ്റീവ് ഫസ്റ്റ് ഇംപ്രഷനാണ്. അത് അവർ നല്ല നിലയിൽ മാത്രം കാണാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഹോൺ ഇഫക്റ്റോ ആദ്യത്തെ നെഗറ്റീവ് ഇംപ്രഷനാണ്, മറ്റുള്ളവരുടെ കുറ്റം കാണാനാണ് നമ്മൾ ശ്രമിക്കുക. അതാണ് ഹാലോ ഇഫക്റ്റും ഹോൺ ഇഫക്റ്റും. അത് നമ്മളൊരു മുൻവിധി വെച്ചിട്ട് അവർ നല്ലതാണെന്നുള്ള രീതിയിൽ സംസാരിച്ച് കഴിഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും നമുക്ക് ഓക്കെ ആയിരിക്കും. ഹോൺ എഫക്റ്റ് ആകുമ്പോഴോ അവർ നെഗറ്റീവായിട്ട് അവരോട് സംസാരിക്കാൻ തുടങ്ങി അവരെന്ത് പറഞ്ഞാലും നമുക്കത് സ്വീകാര്യമാവുകയില്ല. ദെൻ ഇമോഷണൽ ഔട്ട്ബേഴ്സസ്. This can be in the sender's or the receiver's mind. In either case, it acts as a barrier. Emotions can be positive like happiness and joy, or negative like fear, anger, or mistrust. Both kinds of emotions can be a barrier. അതായത് ഇത് എഴുത്തയക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുടെ മനസ്സിലോ അത് ലഭിക്കുന്ന അല്ലെങ്കിൽ ശ്രവിക്കുന്ന ആളുടെ മനസ്സിലാവും ഏത് ഇമോഷണൽ ഔട്ട്ബേർഡ്സ് എന്ന് പറയുന്നത്. ഇത്തരം വികാരങ്ങൾ സന്തോഷം പോലുള്ള പോസിറ്റീവ് വികാരങ്ങളാവാം, അല്ലെങ്കിൽ ഭയം, ദേഷ്യം, അവിശ്വാസം മുതലായ നെഗറ്റീവ്. അതായത് അവരുടെ മനസ്സിൽ എന്താണോ അവരുടെ അപ്പോഴത്തെ ഒരു ഇമോഷൻ അതിനനുസരിച്ചിരിക്കും നമ്മൾ പറയുന്ന ആ കമ്മ്യൂണിക്കേഷൻ. അതും ഒരു ബാരിയറാണ്. കൾച്ചറൽ വേരിയേഷൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത്. പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് മേ കമ്മ്യൂണിക്കേറ്റ് ഡിഫറെൻ്റ്ലി.
In conservative societies, Africa or in some Arab countries, greeting the opposite gender by shaking hands or hugging is bad manners or even a crime. But in the Western world, it is natural to shake hands with the members of the opposite sex. അതായത് വിവിധ കൾച്ചറിലുള്ളവർ വിവിധ തരത്തിലാണ് ആശയവിനിമയം നടത്തുക. ചില യാഥാസ്ഥിക സമൂഹങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിലോ ആഫ്രിക്കയിലൊക്കെ എന്താണ്, ഓപ്പോസിറ്റ് സെക്സിന്, അതായത് ഒന്നെങ്കിൽ അവർ കാണുമ്പോൾ കൈ ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുകയോ ഹഗ് ചെയ്യുകയോ ചെയ്യുക. പക്ഷേ ചെയ്യില്ല, അത് അവർ കുറ്റമാണ്. പക്ഷെ എന്താണ്, പാശ്ചാത്യ രാജ്യങ്ങളിൽ അത് അനുവദനീയമാണ്. നമ്മളൊരു അപരിചിതർ അല്ലെങ്കിൽ ഒരാളെ ഹലോ പറഞ്ഞു ഹഗ് ചെയ്യുകയോ ഷേക്ക് ഹാൻഡ് ചെയ്യുകയോ നമ്മൾ ചെയ്യും. പക്ഷെ ചില ആഫ്രിക്കൻ രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങളിലൊക്കെ ഇത് കുറ്റകരമാണ്. അപ്പോൾ അതും കമ്മ്യൂണിക്കേഷന് ഒരു ബാരിയറായിട്ട് വരുന്നുണ്ട്. ദെൻ നോയ്സ്, ഫിസിക്കൽ ഓർ എൻവയോൺമെൻറ്റ്. Noise made by things like traffic, loud music, trains, planes or crowds affect communication. The physical distance between the people communicating can also create problems. Mechanical problems in the instruments we use for communication can also affect it. Physiological defects like stammering, hearing problems, mumbling, etc. can also be the noise creating a barrier. അതായത് ഈ ട്രാഫിക്, നോയ്സ്, ശബ്ദങ്ങൾ, നമ്മളൊരാൾ സംസാരിക്കുമ്പോൾ ഇടയിൽ ഒരുപാട് ശബ്ദം കേൾക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് അല്ലേ. അതായത് ട്രാഫിക്, ഉച്ചത്തിലുള്ള സോങ്സ്, ട്രെയിൻസ്, പ്ലെയിൻസ്, അതേപോലെ എന്താണ് ആൾക്കൂട്ടങ്ങൾ, ക്രൗഡ്സ്, ഇതൊക്കെ ആശയവിനിമയത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ഈ ആൾക്കാർ തമ്മിലുള്ള അകലവും ആശയവിനിമയത്തെ ബാധിക്കും. സാങ്കേതിക പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷനെ പ്രധാനമായിട്ട് ബാധിക്കുന്നുണ്ട്. അങ്ങനെ ശാരീരിക വൈകല്യങ്ങളായ വിക്ക്, കേൾവിക്കുറവ്, പിറുപിറുപ്പ് മുതലായവയും ആശയവിനിമയത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഘടകങ്ങളാണെന്ന് പറയാം. അതായത് ബാരിയേഴ്സ് ആണെന്നാണ് പറയുന്നത്. ഇനി ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്, സി ആണ് കേട്ടോ. അതായത് റോങ് ചോയ്സ് ഓഫ് ദ മീഡിയം, അതായത് മീഡിയത്തിൻ്റെ തെറ്റായ ചോയ്സ്. നമ്മൾ പറയുന്ന മീഡിയം ഏതാണോ അതിൻ്റെ തെറ്റായ ചോയ്സാണ് പറയുന്നത്. എ റോങ് മീഡിയം ക്യാൻ ബി എ ബാരിയർ ടു കമ്മ്യൂണിക്കേഷൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് ആൻ എക്സ്പേർട്ട് യൂസസ് എ പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഫോർ ദ അൺഎഡ്യൂക്കേറ്റഡ് ഫാക്ടറി വർക്കേഴ്സ്, ദേ വിൽ ബി അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് ഒരു തെറ്റായ മീഡിയം ആശയവിനിമയത്തിന് വിഘാതമാകും. ഒരു എക്സ്പേർട്ട് ഫാക്ടറിയിലെ പഠിപ്പില്ലാത്ത ജോലിക്കാർക്ക് ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷൻ നടത്തിയാൽ അതുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടാവും. അതായത് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ, അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവുകയുമില്ല. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള മീഡിയം വേണം നമ്മളെപ്പോഴും യൂസ് ചെയ്യാനായിട്ട്. ദെൻ ഫിയർ ഓഫ് സുപ്പീരിയേഴ്സിനോടുള്ള, മേലധികാരികളോടുള്ള ഭയം. There is a possibility for the communication between the people in higher positions and the lower positions will be formal. Much formality is barrier to communication. A lower level employee might be reluctant to send a message to his superior because of fear. അതായത് മേലധികാരികളും അവരുടെ കീഴിലുള്ളവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഫോർമൽ ആയിരിക്കും. വലിയ ഫോർമാലിറ്റി ആശയവിനിമയത്തിന് എന്ത് ചെയ്യും, തടസ്സം ചെയ്യും. അതായത് അവർ പറയുന്നത് ഇങ്ങനെ കേൾക്കുന്നില്ല, നമുക്ക് മനസ്സിലാവില്ല, നമ്മൾ തിരിച്ചൊന്നും പറയുകയും ചെയ്യില്ല. ഭയം കാരണം ഒരു താഴ്ന്ന ജോലിക്കാരൻ തൻ്റെ മേലധികാരിക്ക് സന്ദേശം കൊടുക്കാൻ ഒന്ന് മടിക്കും. ദെൻ ഇൻഫർമേഷൻ ഓവർലോഡ്. Sometimes more information that the receiver can process it transmitted to him. Such overload is a barrier. ചിലപ്പോൾ സന്ദേശത്തിൽ വളരെയധികം വിവരങ്ങൾ ചേർക്കുമ്പോൾ എന്താണ്, അത് ലഭിക്കുന്ന ആൾക്ക് പൂർണ്ണമായിട്ട് ഇത് ഉൾക്കൊള്ളാൻ സാധിക്കണമെന്നില്ല, മനസ്സിലാവില്ല. അപ്പോഴും അതൊരു ബാരിയറായിട്ട് മാറും. ഇനി ഡി, വെർബൽ ബാരിയേഴ്സ്. 5 നമ്മൾ പറഞ്ഞ. ഇനി ഡി ആണ് വെർബൽ ബാരിയേഴ്സ്. ലാക്ക് ഓഫ് പ്രോപ്പർ പ്ലാനിങ്, ശരിയായ പ്ലാൻ ഇല്ലായ്മ. Some people speak and write without planning and preparation. They fail to communicate their message. This result is miscommunication. ചില ആൾക്ക് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ സംസാരിക്കാൻ വരും. അപ്പോൾ അങ്ങനെ അവർ ഉദ്ദേശിക്കുന്ന സന്ദേശം കൈമാറുന്നതിൽ അവർ പരാജയപ്പെടും. കാരണം എന്താ പറയേണ്ടതെന്ന് അവർക്ക് അറിയില്ല. ഇതും ഒരു ബാരിയർ ആണ്. Then selection of the wrong variety of language. തെറ്റായ ഭാഷാപ്രയോഗം. Language, being the most important tool of communication, should be used suitably. It should suit the context and situation. Many words we use have different meanings. So sometimes there can be misunderstanding in the selection of words. ശരിയായ ഭാഷ ഉപയോഗിക്കണം. സന്ദർഭത്തിനും അവസ്ഥയ്ക്കും ചേർന്ന ഭാഷ വേണം നമ്മൾ ഉപയോഗിക്കാൻ. നമ്മൾ ഉപയോഗിക്കുന്ന പല വാക്കുകൾക്കും ഒന്നിൽ കൂടുതൽ അർത്ഥങ്ങളുണ്ട് അല്ലേ. അപ്പം ചിലപ്പോൾ വാക്കുകളുടെ ഉപയോഗത്തിൽ ആൾക്കാർക്ക് എന്ത് പറ്റും, തെറ്റ് പറ്റും. അപ്പം നമ്മൾ കൃത്യമായ ഭാഷ യൂസ് ചെയ്ത് വേണം മറ്റുള്ളവരോട് സംസാരിക്കാൻ. ദെൻ റോങ്ലി ഡീകോഡർ ഓർ ബാഡിൽ എൻകോഡർ മെസ്സേജ്. ശരിയായി കോഡ് ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഡീകോഡ് ചെയ്യുക, എൻകോഡ് ചെയ്യുക, സന്ദേശം അയക്കുന്ന ആളും റിസീവ് ചെയ്യുന്ന ആളുമാണ് അല്ലേ, അത് റോങ് ആവുന്നതാണ് പറയുന്നത്. There should be clarity, correct choice of words and punctuations. Wrong words and punctuations can create problems. Look at this example. Let us eat, grandma. Let us eat, grandma. See the difference between the two sentences. അതായത് ക്ലാരിറ്റി, കൃത്യതയോടെ പറയണം.
അതായത് വാക്കുകളുടെ ഇടയിൽ എവിടെയൊക്കെയാണ് പങ്ക്ച്വേഷൻസ്, എവിടെയൊക്കെയാണ് ഫുൾ സ്റ്റോപ്പ്, ഇതൊക്കെ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതായത് 2 രീതിയിൽ പറയാം. ഒന്ന് ലെറ്റസ് ഈറ്റ് കോമ ഗ്രാൻഡ്മ എന്ന് പറയാം, അല്ലെങ്കിൽ ലെറ്റസ് ഈറ്റ് ഗ്രാൻഡ്മ. എന്താണ് ഫസ്റ്റ് വൺ? എന്താ? നമുക്ക് ഭക്ഷണം കഴിക്കാം, ഗ്രാൻഡ്മ. അത് ഗ്രാൻഡ്മയെ ക്ഷണിക്കുകയാണ്. രണ്ടാമത്തെയോ നമുക്ക് ഗ്രാൻഡ്മയെ കഴിക്കാം, ലെറ്റസ് ഈറ്റ് ഗ്രാൻഡ്മ. മനസ്സിലായോ? അങ്ങനെ നമ്മൾ പങ്ക്ച്വേഷൻസും ലാംഗ്വേജ് ഫുൾ സ്റ്റോപ്പ് എവിടെയൊക്കെ വേണം എന്ന് ഉദ്ദേശിച്ച് അതിനനുസരിച്ച് കോഡ് ചെയ്തിട്ട് വേണം നമ്മൾ സന്ദേശം കൈമാറാം. ദെൻ സെമാറ്റിക് ഗ്യാപ്പ്, അർത്ഥം ക്ലിയർ അല്ലാതിരിക്കുക. ആംബിഗ്യുവസ് സെൻറ്റൻസ് ക്യാൻ ക്രിയേറ്റ് എ ബാരിയർ ഇൻ കമ്മ്യൂണിക്കേഷൻ. വാചകങ്ങളുടെ അർത്ഥം ക്ലിയർ അല്ലെങ്കിൽ തെറ്റായിരിക്കും. ദെൻ ഡിഫറൻസ് ഇൻ പെർസെപ്ഷൻ ഓഫ് എ മെസ്സേജ്, സന്ദേശം തെറ്റായി മനസ്സിലാക്കുക. അതായത് അയക്കുന്ന സന്ദേശം ക്ലിയർ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇനി സന്ദേശം തെറ്റായി മനസ്സിലാക്കുക. സംടൈംസ് ദ റിസീവർ ഇൻ്റർപ്രറ്റ്സ് തിങ്സ് ഇൻ എ ഡിഫറെൻറ്റ് വേ അതർ ദാൻ ദ സെൻഡർ ഹാസ് ഇൻറ്റൻഡ്. അതായത് ഒരാൾ പറഞ്ഞതോ എഴുതിയോ അർത്ഥത്തിലായിരിക്കില്ല റിസീവർ അത് മനസ്സിലാക്കുന്നത് എന്നതും ഇവിടെ ബാരിയറായിട്ട് പറയുന്നുണ്ട്. ദെൻ വേരിയേഷൻ ഇൻ ലാംഗ്വേജ്, ഭാഷയുടെ വ്യത്യാസം. Languages has regional varieties, dialects and individual varieties, dialects. Some words are cultural specific. അതായത് ഭാഷയ്ക്ക് ഓരോ ദേശങ്ങളിലും വ്യത്യാസം ഉണ്ടാകും. ഓരോ വാക്കിനും ഓരോ ദേശങ്ങളിൽ വ്യത്യസ്ത അർത്ഥങ്ങളായിരിക്കാം. അവയെ ഡയലക്ട്സ് എന്ന് പറയും. തിരുവനന്തപുരത്തെ മലയാള ഭാഷയായിരിക്കില്ല കോഴിക്കോട്. അതിനും പുറമെ വ്യക്തിപരമായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതിനെ ഇഡിയലക്ട്സ് എന്ന് പറയും. അതായത് ഓരോ സ്ഥലങ്ങളിൽ ഭാഷയ്ക്ക് വരുന്ന വ്യത്യാസങ്ങൾ ഡയലക്ട്സ് എന്നും വ്യക്തികളിൽ വരുന്ന വ്യത്യാസങ്ങൾ ഇഡിയലക്ട്സ് എന്ന് പറയും. ചില വാക്കുകൾ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അതും നന്നായിട്ട് ശ്രദ്ധിക്കണം. ദെൻ ഫിഫ്ത്ത് വൺ, നോൺ വെർബൽ ബാരിയേഴ്സ് എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. ദർ ആർ സം നോൺ വെർബൽ ബാരിയേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ചില നോൺ വെർബലായ തടസ്സങ്ങൾ ഉണ്ടാവും നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ. ഒന്ന്, അവോയ്ഡിങ് ഐ കോണ്ടാക്ട്, കണ്ണിൽ നോക്കി സംസാരിക്കാതിരിക്കുക. ലാക്ക് ഓഫ് ഐ കോണ്ടാക്ട് ക്യാൻ ബി എ ബാരിയർ. സംടൈംസ് എ നെർവസ് സ്പീക്കർ സ്പീക്സ് ടു ദ ഫ്ലോർ ആൻഡ് ദ പവർ പോയിന്റ്സ് യൂസർ സ്പീക്സ് ടു ദ സ്ക്രീൻ. വി ഓഫൻ സീ സം സ്പീക്കർ റീഡിങ് ദ റിട്ടൺ സ്പീച്ചസ് വിത്തൗട്ട് ഈവൻ ലുക്കിംഗ് അറ്റ് ദ ഓഡിയൻസ്. അതായത് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൽ നോക്കാതെ ഒന്നെങ്കിൽ നിലത്ത് നോക്കി സംസാരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ മേലെ നോക്കി സംസാരിക്കുക, ചിലപ്പോൾ സ്ക്രീനിൽ നോക്കി സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, അതേപോലെ പ്രസംഗം എഴുതി കൊണ്ടുവന്ന് സംസാരിക്കുക, അങ്ങനെ ഓഡിയൻസുമായിട്ട് ഐ കോണ്ടാക്റ്റ് ഇല്ലാതെ സംസാരിക്കുമ്പോൾ അവിടെ ഒരു ബാരിയർ രൂപപ്പെടുന്നുണ്ട്. Then we see some speakers keeping their hands or thumbs always in their pockets as if they are scared at the audience. അതായത് ഓഡിയൻസിനെ ഭയപ്പെടുന്ന, അതായത് കൈകൾ ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും കൈകൾ പോക്കറ്റിൽ തന്നെ ഇട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ഒരു ബാരിയറായിട്ട് നമുക്ക് തോന്നാം. Then third one, continuous upward gestures indicate problems in the smooth flow of communication. തുടർച്ചയായി ചില പ്രത്യേക ആംഗ്യങ്ങൾ കാണിക്കുന്നത് ആശയവിനിമയത്തിന് സുഗമമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ പഠിക്കാനുള്ള 5 എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്, അത് നോക്കുക. അതേപോലെ ഏതൊക്കെ, അതായത് ഓരോ 5 ഓരോ എലമെൻറ്റിൽ ഏതൊക്കെ വരുന്നത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.